പോയിട്ട് വരുന്ന വഴിയാ. അവിടെ ചെന്നപ്പോ സിസ്റ്റർ എന്റെ പേര് നീട്ടി ഒരു വിളി, പൊന്നമ്മ പൊറിഞ്ചൂന്ന്. അവിടെ കൂടി നിന്നവരല്ല ഒരൊറ്റ ചിരി. എന്തോരം നാണക്കേടായെന്നു. മനുഷ്യനെ, നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും വേറൊരു പേരിടാൻ കണ്ടെത്തില്ലായിരുന്നു നിങ്ങൾക്ക് ഈ പൊറിഞ്ചൂന്നല്ലാതെ. എടി പൊന്നമ്മ പൊറിഞ്ചൂന്നാണോ നിന്റെ പേര്? അല്ല സുഷ്മിദാസൻ എന്നൊന്നും അല്ലല്ലോ. ആ സിസ്റ്ററിനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സുഷ്മിദാസൻ എന്ന് വിളിച്ചാ നീ അങ്ങ് ചെല്ലുവായിരുന്നോടി. നിങ്ങൾ ആ പേര് ഒന്ന് സ്പീഡില് ഒന്ന് പറഞ്ഞു നോക്കിയേ. പൊന്നമ്മ പൊറിഞ്ചു, പൊന്നമ്മ പൊറിഞ്ചു, പൊന്നമ്മ പൊറിഞ്ചു. എന്തുവാ ഇങ്ങനെ കളിച്ചോണ്ട് നിൽക്കുന്നത്? രാവിലെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോയപ്പോഴേ കുറെ ജോലി പറഞ്ഞിട്ട് പോയായിരുന്നോ? നിങ്ങൾ അത് ചെയ്തോ? ആ കട്ടിലെ കിടന്ന മേത്ത എടുത്ത് വെയിലത്തിട്ടായിരുന്നോ മനുഷ്യ? അത് നിറച്ച് ഉറുമ്പായിരുന്നു. ഇന്നലെ പോലും ഞാനൊന്നും ഉറങ്ങിയില്ല. ഇന്നെങ്കിലും എനിക്ക് സമാധാനത്തെ ഒന്ന് ഉറങ്ങണം. അയ്യോ, മെത്ത കിടന്ന് ഉറങ്ങുന്ന ഒരാളെ ഇവിടെ വലിയ പുരാണം പറയുന്നു. ഇവിടെ കല്യാണം കഴിച്ച് ഞാൻ ഇവിടെ വീട്ടിൽ ചെന്നു. ആദ്യ രാത്രിയാ. പഴയ എസ്റ്റേറ്റ് ബൂത്ത് പോലെ ഇരിക്കുന്ന ഒരു റൂമിലേക്ക് കയറ്റി ഒരു 4-5 തക്കാളിപ്പട്ടി അങ്ങ് അടുക്കി വെച്ചേച്ച് ഇവൾ എന്നോട് പറയാ, കിടന്നോ ചേട്ടാന്ന്. ഞാൻ മൂലയ്ക്ക് നോക്കിയപ്പോ ഉണ്ടല്ലോ ഒരു 2 പൂച്ച വെറ്റ് കിടക്കുക. ഇതാ ഇവള്. നീ വലിയ ബെഡിന്റെ മഹാത്മ്യൊന്നും എന്നോട് പറയണ്ട കേട്ടോ. എന്റെ പൊന്നെ, ഞാനുണ്ടല്ലോ 10-20 വർഷക്കാലം ആഫ്രിക്ക കിടന്നു ജോലി ചെയ്ത് സ്വൈര്യജീവിതം നയിക്കാനാ ഈ വീട്ടിലോട്ട് വന്നത്. എന്നാ ചെയ്യാനാ? ഞാൻ ഈ വീട്ടിൽ എന്ന് വന്നോ അന്നു മുതൽ ഈ പെണ്ണും പിള്ള എനിക്ക് സ്വൈര്യം തന്നിട്ടില്ല. അറിയാവോ? നിങ്ങളൊന്ന് കേക്ക്. ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ സ്വൈര്യം തരത്തില്ലെന്ന് പറഞ്ഞു. എന്താ മനുഷ്യനെ നിങ്ങൾക്ക് ഞാൻ സ്വൈര്യം തരാത്ത? എന്താ മനുഷ്യനെ നിങ്ങൾക്ക് ഞാൻ സ്വൈര്യം തരാത്ത? എന്താ മനുഷ്യനെ? പറ പറ പറ. ഇത് തന്നെ സ്വൈര്യമുണ്ടോ? സ്വൈര്യമുണ്ടോ? പറ, നിങ്ങൾ പറ. 10-20 വർഷം നിങ്ങളെ ആഫ്രിക്ക കിടന്നുണ്ടാക്കി എന്ന് പറയുന്നത് ഈ വീടിന് വേണ്ടി വല്ലതും കൊണ്ടുവന്നോ? ഈ വീടിന് വേണ്ടി ഒന്നും കൊണ്ടുവന്നില്ലേലും കേരളത്തിൽ മുഴുവൻ ആഫ്രിക്കൻ പായൽ ഇറക്കുമതി ചെയ്ത് ആരാടി? ഈ ആഫ്രിക്കൻ പൊറിഞ്ചുവാ. ആഫ്രിക്കൻ പായലേ നിങ്ങളാ ഇവിടെ കൊണ്ടുവന്നേന്ന് ആലപ്പുഴക്കാരെ അറിയരുത്. നിങ്ങളെ കാലി പിടിച്ച് മുക്കിക്കൊണ്ടും. ആഫ്രിക്കൻ പായല് തന്നെയോ? ആഫ്രിക്കൻ മുഷി, ആഫ്രിക്കൻ കൊച്ച. അല്ല, ഒച്ച ഇപ്പൊ കയ്യിൽ നിന്ന് മൊത്തം പോയേന്. എടി, ഇതെല്ലാം വംശനാശ ഭീഷണി നേരിടാതെ ഉണ്ടല്ലോ ഞാനാ ഇവിടെ നോക്കുന്നത്. പെരുകുവല്ലേ, പെരുകുവാ. ഇതിനൊരു അവാർഡ് എനിക്ക് ആഫ്രിക്കൻ സർക്കാർ തന്നിട്ടുണ്ട്. അതോ ആഫ്രിക്കക്കാരെല്ലാം അനുഭവിച്ച് മടുത്ത് ഇനി കേരളക്കാരുടെ അനുഭവിച്ചോട്ടെ എന്നുള്ള സന്തോഷത്തിന് അനുഭവം അവാർഡ് എന്നുള്ള അവാർഡാണ് എനിക്ക് കിട്ടിയത്. ഇനി എനിക്കൊരു വലിയൊരാഗ്രഹം കൂടെ ഉണ്ട്. എന്തോന്നാ ഇനി ആഗ്രഹം ഈ വയസ്സാം കാലത്ത്? വയസ്സുകാലത്തല്ലേ വൈകിട്ടെന്താ പരിപാടി? കൊച്ചുകള്ളി പ്രായം ചെന്നപ്പോ മോഹൻലാലിനെ എടുത്തോണ്ട് വരല്ലേ? പൊക്കോണം മാറി കേട്ടോ. അതല്ലടി, എനിക്കിനി ഒരു ജീവിയെയും കൂടെ ഇവിടെ കൊണ്ടുവരണം. ഇത്രയും ജീവിയെ ഇവിടെ കൊണ്ടുവന്നത് പോരെ, ഇനി ഏത് ജീവി? ആഫ്രിക്കൻ ആന. എടി, നമുക്കിവിടെ ഇഷ്ടം പോലെ ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങൾ എഴുന്നള്ളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ കിട്ടുമല്ലേ? അത് തന്നെയല്ല, ആഫ്രിക്കൻ ആനയുടെ മുതുകത്ത് കയറിയിരുന്ന് ഈ ആഫ്രിക്കൻ പൊറിഞ്ചു ഒരു വരവുണ്ട്. എന്നാ ഗമയായിരിക്കും അല്ലേ? ആനപ്പുറത്തൊന്നും കേറാൻ പോവല്ലേ. ആന നിങ്ങളെ കുലുക്കി താഴെ ഇടും. പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോ. ആന കുലുക്കി താഴെ ഇടാൻ ഞാൻ എന്നാടി പിണ്ടമാണോ? പിണ്ടമാണെന്നും ആനയ്ക്ക് ഓർമ്മയില്ല. നിങ്ങളെ തുമ്പിക്കൈ കൊണ്ട് ഇങ്ങോട്ട് കോരി എടുത്തോരോ ഒറ്റ അലക്കലക്കും. അതോടെ പൊറിഞ്ചു പൊറിഞ്ചു പെറോ. അയ്യോ, നിന്റെ കൂടെ ഞാൻ പറഞ്ഞു മടുത്തു. എനിക്ക് പറ്റത്തില്ല, ഞാൻ പോകുക. പിന്നെ വരുവാണോ പുറകിൽ? ഇവിടെ പൊരിയൊന്നും വേണ്ട, പൊയ്ക്കോ പൊയ്ക്കോ. ഓക്കെ, അതെന്നെ കച്ചവടത്തിന് വന്നതല്ല. പൊറിഞ്ചുന്റെ വീടല്ലേ? അതെല്ലോ. പൊറിഞ്ചുന്റെ ആരാ? പൊറിഞ്ചുന്റെ ഭാര്യ. ഞാനും ആഫ്രിക്കയിൽ ഞാനും പൊറിഞ്ചു
ഒരുമിച്ച് ജോലി ചെയ്തതാ. അതെയോ? പേരെന്തുവാ? പറ്റില്ല. പറ്റില്ലെങ്കിൽ പറയണ്ട. അല്ല, എന്റെ പേര് പറ്റില്ല. ആ പേര് നിങ്ങൾ എവിടെങ്കിലും കൊണ്ടുപോയിട്ട് നല്ലൊരു പേരിടണേ. അങ്ങനല്ല, എന്റെ പേര് പറ്റില്ല, ബെറ്റില്ല, പാവുമാ. അങ്ങനെ. ആഹാ, നല്ലപോലെ മലയാളം സംസാരിക്കുന്നല്ലോ. ആ, മലയാളം അറിയാം. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും മലയാളികളാ. അവരെന്നെ മലയാളം പഠിപ്പിച്ചു. പൊറിഞ്ചു നല്ലപോലെ മലയാളം പഠിപ്പിച്ചു. ഓ, പൊറിഞ്ചു പഠിപ്പിച്ചു. എന്നാ മാട വിരുന്നാട്ടെ, ഞാൻ പൊറിഞ്ചുവിനെ വിളിക്കാം. പൊറിഞ്ചുവേ, ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് എളുപ്പം വാ. ആരാടി? അയ്യോ, പറ്റില്ല. എല്ലാം പറഞ്ഞോടി. എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാന്ന് മാത്രമേ പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, ഒന്നും പറഞ്ഞില്ല. വേറെ എന്തെങ്കിലും പറയണമായിരുന്നോ? വേണ്ട, പറ്റില്ല. എടി, മധുരം കൊണ്ടുവന്നെന്ന് പറയുമായിരുന്നു. അയ്യോ, ഗ്യാസിന്റെ മണം വരുന്നു. ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തായിരുന്നു മനുഷ്യനെ. എടി, ഒട്ടകത്തിന് വെള്ളം കൊടുത്തോ? അല്ല, എന്റെ പൊന്നെ, എനിക്ക് തൊണ്ണ മൊത്തം ഉണങ്ങി. ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വരുവോ? അല്ല, ഗസ്റ്റ് വന്നതല്ലേ, നീ ഒരു ഗ്ലാസ് ചായ എടുത്തോണ്ട് വാ. നിങ്ങൾ എന്തിനാ ഈ പരവേശം പിടിക്കുന്നത്? ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം. എന്തിനാടി നീ ഇങ്ങോട്ട് വന്നത്? നീ എന്റെ ആഫ്രിക്കയിലെ ഭാര്യയാണെന്നും നമുക്ക് 3 പിള്ളേരും ഉണ്ടെന്ന് അറിഞ്ഞാലുണ്ടല്ലോ, അവള് നമ്മളെ വെട്ടിക്കൊല്ലും. പറഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞു. ഞാൻ എല്ലാം വെച്ചിടുകോള. നമ്മുടെ മക്കള് 3 പേര് കരച്ചിലോട്ട് കരച്ചില്ല. മൊത്തം അവൻ മാത്രം കരയുന്ന. കരയുന്നു. 3-ാമത്തെ ഗോഗ്രു ഡാഡി അവര് പറഞ്ഞു, ഡാഡിയെ കാണുമ്പോൾ വീഡിയോ കോൾ ചെയ്യണമെന്ന്. വീഡിയോ പ്ലീസ് ഓണേ കാണത്തല്ല, അവളെ നമ്മളെ തല്ലി കൊല്ലും. വേണ്ട, എടുക്കണ്ട. എടി, ഞാൻ ഇതെല്ലാം സമാധാനിപ്പിച്ചോളാം. ഞാനും നീയും നമ്മുടെ 3 പിള്ളേരും ആഫ്രിക്കയിൽ നല്ല ഭംഗിയായിട്ട് ജീവിക്കോടി. പക്ഷെ ഒരു കാര്യം, ഞാൻ പൊറിഞ്ചു വരാതെ ആഫ്രിക്കയ്ക്ക് പോകുന്ന പ്രശ്നമല്ല. അയ്യാ, ഈ പൊറിഞ്ചു വരും, നമ്മൾ ഒരുമിച്ച് പോകും. കൂൾ ഡൗൺ. ചായ കുടിക്ക്. ചായ കൊടുക്ക്. അവിടെ വെച്ചോളൂ. നീ ഇഞ്ഞു വന്നേ. എന്തോ വന്നേ. ഈ ഇരിക്കുന്ന പറ്റില്ല ഉണ്ടല്ലോ, നീ ഇഞ്ഞു ആടി, അവള് കേക്കും. പറ്റില്ല ഉണ്ടല്ലോ, എന്നോ സ്നേഹമുള്ള സ്ത്രീയാന്നറിയാവോ? ആ, പിന്നെ എന്നെ ആഫ്രിക്കയിലായിരുന്നപ്പോ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടോ പറ്റില്ലയുടെ പേരിലുള്ള 50 സെന്റ് സ്ഥലവും മുട്ടക്കാടനൊരു വീടും എന്റെ പേരിൽ എഴുതി വെച്ചു. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്തോന്ന്? ആ 50 സെന്റ് സ്ഥലവും വീടും ഞാൻ നിന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുക. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പൊറിഞ്ചു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം. ഇപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരുണ്ടോ? ഉണ്ട്. ആഫ്രിക്കയില് 50 സെന്റ് സ്ഥലവും വലിയൊരു വീടും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ആരാ? ആഫ്രിക്കത്തി. അല്ല, ആഫ്രിക്കത്തി. അപ്പൊ എടീ, എനിക്ക് വന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ പറ്റില്ല എന്നോട് പറയുകയാണേ, കേരളം സന്ദർശിക്കാനായിട്ട് വന്നതാ ആണല്ലോ. പുറത്ത് ഹോട്ടലിൽ റൂം എടുക്കാവുന്നു. ഞാൻ പറഞ്ഞ നീ സമ്മതിക്കായിരുന്നു. വേണ്ട, പറ്റത്തില്ല. നമ്മക്കത് ഇത്രയും സഹായമൊക്കെ ചെയ്തതല്ലേ. പിന്നെ ആഫ്രിക്കയിലെ 50 സെന്റ് സ്ഥലവും വലിയൊരു വീടും നമുക്ക് തന്നതല്ലയോ? മോശമല്ലയോ? നമ്മുടെ ഈ വീട്ടില് താമസിപ്പിക്കണം, ഇവിടെ തന്നെ താമസിപ്പിച്ചാ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ തെക്കേ മുറി ഒന്ന് അടിച്ചു വാരിയിട്. അതിന് തേങ്ങാമുറിയിൽ അവര് കിടക്കുവോ? ഓ, തേങ്ങാമുറി അല്ലടി, നമ്മുടെ തെക്കേ മുറി ഒന്ന് അടിച്ചു വാരിയിടാനാ പറഞ്ഞത്. ഞാനിപ്പൊ അടിച്ചു വാരിയിട്ട് വാ.
എനിക്കൊരു സംശയം. പെട്ട് നമ്മുടെ ആ ആഫ്രിക്കയിലെ 50 സെന്റ് സ്ഥലത്തിൽ എന്നാ കൃഷി ചെയ്യും? വേണ്ട. വെണ്ടയ്ക്കായോ? ആ വേണ്ട, കൃഷി ചെയ്യാവുന്ന. എന്നാ ഞാൻ പോയി അടിച്ചു വരിട്ട് വാ. എടി, നിനക്ക് ഇപ്പൊ സമാധാനായല്ലോ. നമുക്കൊന്ന് റിലാക്സ് ആകണ്ടേടി. ആ അവള് വെറും പൊട്ടിയാ. അവക്കിതൊന്നും അറിയത്തില്ല. 50 സെന്റും വീടും ഒക്കെ കേട്ടപ്പോ അവളങ്ങ് വിശ്വസിച്ചു. വല്ല കള്ളപ്രമാണമൊക്കെ എഴുതി നമുക്ക് അവളെ പറ്റിക്കാം. നീയും ഞാനും നമ്മുടെ 3 മക്കളും ഇവിടെ സുഖമായിട്ട് ജീവിക്കും. അവൾ ഇവിടുത്തെ വേലക്കാരുത്തി. നീ രാജ്ഞി, ഞാൻ രാജാവ്. ഞാൻ രാജാവ്, നീ രാജ്ഞി. എങ്ങനെ ഉണ്ട് എന്റെ ബുദ്ധി? ഫ്ലൈങ് കിസ് വേണോ? ഇനിയും വേണോ? എടി പിന്നെ തരാവടി ഇതൊക്കെ. ഒന്നേ എന്താന്നാ? ഞാനേ പ്ലെയിനെ കയറ്റി വിടാവെന്ന് പറയായിരുന്നു. ഞാൻ തന്നെ പ്ലെയിനെ കയറ്റി വിടാ. എന്താന്നാ? ഇത് നിങ്ങളുടെ ആഫ്രിക്കയിലെ ഭാര്യ. 50 സെന്റ് ഞാൻ മണ്ടി എന്നെ പറ്റിക്കുമായിരുന്നല്ലോ. ഈ കാച്ചില് തലേ പറിച്ച് വെച്ചൊക്കെ നിങ്ങൾ കണ്ടല്ലോ. കാച്ചിലോ? നിങ്ങള് എന്നെ പറ്റിക്കുമായിരുന്നല്ലോ. എടി, നീ ഒന്ന് അടങ്ങ. ഞാനിനി ഒരു കാരണവശാലും ആഫ്രിക്കയ്ക്ക് പോവുകയല്ല. ഉറപ്പാണല്ലോ? ഉറപ്പാ, ഉറപ്പാ. നീ എന്നെ കണ്ണടച്ച് കാണിക്കുന്നോട് പറഞ്ഞാലും വിശ്വസിക്കുകയല്ലോ. കണ്ണടച്ച് കാണിച്ചതല്ല. എടി, നീ അങ്ങാരുടെ ഓഫീസിൽ വർക്ക് ചെയ്യുവാന്നല്ലോടി എന്നോട് കള്ളത്തരം പറഞ്ഞ്. നീ എന്നെ പറ്റിക്കുമായിരുന്നല്ലോടി. കേരളത്തിന്റെ അടി വലിയ കുഴപ്പമില്ല. പിള്ളേരെ ഞാനിനി എന്താ ചെയ്യും? നീ കൊട്ടാലിട്ട് അടച്ചത് നീ. ആഫ്രിക്ക സ്കോർ ചെയ്തു. ആഫ്രിക്ക കേരളം ഇപ്പൊ ആദ്യം സ്കോർ ചെയ്തു. നീ ആരെന്നെ വഞ്ചിക്കല്ലതാ. ആഫ്രിക്കൻ കേരളവും ഏറെക്കുറെ സ്കോർ ചെയ്തിരിക്കും. ഇനി എന്നാ ചെയ്യാൻ കൊണ്ടുപോകും? പെണ്ണുങ്ങളെല്ലാം വഞ്ചിക്ക് വല്ലയോ? പറഞ്ഞുവേ നമ്മുടെ ആ ആഫ്രിക്കയിലെ 50 സെന്റ് സ്ഥലവും വീടും എനിക്കുള്ളതാന്നോ? എടി, എനിക്ക് 50 സെന്റും വേണ്ട, 40 സെന്റും വേണ്ട. എനിക്ക് കിടക്കാൻ 1 6 അടി മണ്ണ് മതിയേ.